നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്തായ ഒരു യുവ ഡോക്ടർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലഡ് ക്യാൻസർ മൂലം മരണപ്പെട്ടു. നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്ത് വലയത്തിലോ ആർക്കെങ്കിലും ക്യാൻസർ എന്ന അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ കഴിയും എത്രത്തോളം ദുസ്സഹമാണ്, ദുരിതപൂർണമാണ് അവരുടെയും അവർക്ക് ചുറ്റുമുള്ളവരുടെയും ജീവിതം എന്ന്. മാനസികവും ശാരീരികവുമായി അവരൊക്കെ ഒരുപാട് വിഷമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. അങ്ങനെ ഡോക്ടർമാർക്ക് പോലും പലപ്പോഴും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരാറുണ്ട്. സുജിത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ എത്രയധികം കിണഞ്ഞു ശ്രമിച്ചിട്ടും നമ്മൾക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ചില അവസരങ്ങളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ക്യാൻസർ രോഗിയെ സഹായിക്കാൻ കഴിയും. അവരെ ജീവനിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരുന്ന ശക്തിയായി നമ്മൾക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയും. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ 5 മിനിറ്റിലും ഒരാൾക്കെങ്കിലും ബ്ലഡ് ക്യാൻസർ എന്ന അസുഖം കണ്ടെത്തുന്നുണ്ട്. പലപ്പോഴും ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ബ്ലഡിലെ മറ്റ് ഡിസോർഡേഴ്സിനെല്ലാം ചികിത്സയായിട്ടുള്ളത് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ പോലെ വളരെ ചിലവേറിയതും നൂതനവുമായ മാർഗങ്ങളാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം ഡോണറിനെ, നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമ്മൾക്ക് ചേരുന്ന ഒരു ഡോണറിനെ, ദാതാവിനെ കണ്ടെത്തുക എന്നതാണ്. ഞാൻ ഈ അടുത്താണ് DKMS എന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ പറ്റി അറിയുന്നത്. ഇത് ജർമ്മനിയിൽ 1991 സ്ഥാപിച്ച ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂരാണ് അതിന്റെ സെന്റർ. മറ്റു പല രാജ്യങ്ങളിലും ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്. വി ഡെലീറ്റ് ബ്ലഡ് ക്യാൻസർ എന്നുള്ളതാണ് അവരുടെ മോട്ടോ. അതായത് ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കി ലോകത്തുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അത് ഉപയോഗിച്ചിട്ട് സ്റ്റെം സെൽസിനെ മാച്ച് ചെയ്ത് ഒരു ഡോണർ ബാങ്ക് ഉണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അതിനുശേഷം ഏതെങ്കിലും രോഗിക്ക് നമ്മുടെ HLA ടൈപ്പിംഗ് വഴി മാച്ച് ചെയ്ത സാമ്പിള് മാച്ച് ആവുകയാണെങ്കിൽ, നമ്മളുടേതും മറ്റൊരാളുടേതുമായി മാച്ച് ആവുകയാണെങ്കിൽ നമ്മൾക്ക് ആ രോഗിക്ക് വേണ്ടി സ്റ്റെം സെൽ ഡൊണേഷൻ നടത്തി അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഇത് ഏറ്റവും എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണെന്നും പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടുള്ള ഒരു പ്രക്രിയയാണെന്നും മനസ്സിലാക്കിയപ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനേ അല്ല. ഈ ഓർഗനൈസേഷനെ പറ്റി ഞാനും ഈയിടയ്ക്കാണ് അറിഞ്ഞത്. ഞാൻ ഇതിനുവേണ്ടി ഡൊണേഷൻ ചെയ്തതിന് ശേഷമാണ്, എൻ്റെ സാമ്പിൾ നൽകിയതിനു ശേഷമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ. ഇതിന് 1 രൂപ പോലും നമ്മൾ ആരും ചിലവാക്കേണ്ട ആവശ്യമില്ല. മുഴുവൻ ചിലവും DKMS ഫൗണ്ടേഷൻ തന്നെയാണ് വഹിക്കുന്നത്. നമുക്ക് ആകെ വേണ്ടത് മറ്റൊരാളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് മാത്രമാണ്. ഒട്ടും തന്നെ സമയവും ചെലവാക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ആകെ ചെയ്യേണ്ടത്, ഈ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം. നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, അതിനുശേഷം പേരും അഡ്രസ്സും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു കിറ്റ് സെൻഡ് ചെയ്ത് തരും. ആ കിറ്റിനുള്ളിൽ നിങ്ങൾ എടുക്കേണ്ട സ്വാബ്, അത് നിങ്ങളുടെ വായുടെ ഉൾഭാഗത്ത് നിന്നുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഇയർബഡ് അല്ലെങ്കിൽ Q-tip എന്ന് പറയുന്ന പോലത്തെ ഒരു കോട്ടൺ സ്വാബാണ്. അത് ഉപയോഗിച്ച് നമ്മൾ വായുടെ ഉള്ളിൽ, ചീക്കിനുള്ളിലെ സെൽസിനെ നമ്മൾ വെറുതെ സ്വാബ് എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. സ്വാബ് എടുക്കേണ്ട രീതിയും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട്. ആ Q-tip ഉപയോഗിച്ച് നമ്മൾ ഓരോന്നും, അതിന്റെ അറ്റത്ത് നമ്മൾ തൊടാൻ പാടില്ല, ഓരോന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ സ്വാബ് എടുത്ത് 1 മിനിറ്റ് നമ്മുടെ കവിളിന്റെ ഉള്ളിൽ കറക്കുക. അപ്പോൾ സെൽസ് അതിലേക്ക് ഡെപ്പോസിറ്റ് ആവും. ഉമിനീരല്ല വേണ്ടത്, സെൽസ് ആണ്. അതിനു മുന്നേ തന്നെ വാ വൃത്തിയാക്കുക. ഭക്ഷണാവശിഷ്ടങ്ങളൊന്നും വായിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഉമിനീരൊന്ന് ഇറക്കിയതിന് ശേഷം വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 1 മിനിറ്റ് വായിൽ കറക്കിയതിന് ശേഷം സ്വാബ് എടുത്ത് ഒരു ഗ്ലാസ്സിൽ കുത്തനെ നിർത്തുക. അതായത് ഇതിന്റെ ടിപ്പ് ഭാഗം, അറ്റഭാഗം എങ്ങും മുട്ടാത്ത രീതിയിൽ വെക്കുക. 2 മിനിറ്റ് ഉണങ്ങാൻ വേണ്ടി വെക്കുകയാണ്. അടുത്ത സ്വാബ് എടുത്ത് വീണ്ടും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെ കവറിൽ ചെയ്യുക. അതേപോലെ ചുണ്ടിന്റെ ഉൾവശങ്ങളിലും ചെയ്യുക. അങ്ങനെ 3 സ്വാബ് എടുത്തതിന് ശേഷം 3ഉം ഉണങ്ങിയതിന് ശേഷം എടുത്ത് അവർ തന്നെ തന്നിരിക്കുന്ന കവറിലാക്കി നമ്മൾ സീൽ ചെയ്ത് അയച്ചു കൊടുക്കുക. അയക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രത്യേക കവർ അവർ ഇതിനുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് അയക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതിന് പോലും നമ്മളൊന്ന് വീടിന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. വാട്സാപ്പ് വഴി തന്നെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിൽ നിന്ന് റിവേഴ്സ് പിക്കപ്പ് ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ എപ്പോൾ അവർ വരണം എന്നുള്ള ടൈം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് ഈ പാക്കറ്റ് കളക്ട് ചെയ്തുകൊണ്ട് പോയിക്കോളും. അവരതിൽ നിന്നും നമ്മുടെ സെൽസ് ഉപയോഗിച്ച് HLA ടൈപ്പിംഗ് ചെയ്ത് നമ്മളെ ഒരു ഡോണർ ആയിട്ട് രജിസ്റ്റർ ചെയ്യും. 1-1.5 മാസത്തിനുള്ളിൽ നമുക്ക് മെസ്സേജ് വരും നമ്മൾ ഒരു ഡോണർ ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന്. അതിനുശേഷം ഏതെങ്കിലും സമയത്ത്, അത് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ചിലപ്പോൾ ഒരിക്കലും ആവശ്യം വന്നെന്ന് വരില്ല, ഏതെങ്കിലും രോഗിക്ക് നമ്മുടേതുമായി മാച്ചിങ് വന്നു കഴിഞ്ഞാൽ
നമ്മളെ അവർ കോൺടാക്ട് ചെയ്യുകയും നമുക്കൊരു ചെറിയ പ്രൊസീജിയറിലൂടെ 3-4 മണിക്കൂർ നീണ്ടുന്ന നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ചെറിയ പ്രക്രിയയിലൂടെ സ്റ്റെം സെൽസ് അയാൾക്ക് ഡൊണേറ്റ് ചെയ്യാനും സാധിക്കും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെ നമുക്ക് സഹായിക്കാനുള്ള, ഫ്രീ ആയിട്ട് എളുപ്പത്തിൽ സഹായിക്കാനുള്ള വഴിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, വീഡിയോ കാണുന്ന എല്ലാവരും ഈ പ്രൊസീജിയർ ചെയ്യണം. നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കാനുള്ള ഒരു അവസരമാവട്ടെ ഇത്. നന്ദി.